ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ റൈസ് കുക്കറിൽ എങ്ങനെയാണ് ചോറ് വയ്ക്കുന്നതെന്ന് കാണിച്ചു തരാനാണ്. ഇപ്പോൾ ഒരുപാട് പേർക്കറിയാം, കുറേ ആളുടെ വീട്ടിലൊക്കെ ഉണ്ടാവും. എന്നാലും അറിയാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ, ഇതിപ്പോൾ എങ്ങനെയായാലും ചോറ് വെച്ചാൽ അത് നന്നാവുമോ, അല്ലെങ്കിൽ ഇതെങ്ങനെ വെക്കുന്നതെന്നൊക്കെ അറിയാത്ത ഒരുപാട് പേരുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെയായാലും ചോറ് വെക്കുന്നതെന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല ക്ലീൻ ആയിരിക്കണം, എപ്പോഴും തുടച്ച് വൃത്തിയാക്കി വെക്കുക കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴുകാനൊന്നും നിൽക്കരുത്, അപ്പോൾ അതിൻ്റെ ചൂട് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകും. നമ്മൾ ചോറ് വെച്ച് കഴിയുമ്പോൾ ഇതിൽ കുറച്ചൊക്കെ വെള്ളമൊക്കെ ഉണ്ടാവും കേട്ടോ, അതൊക്കെ തുടച്ചളഞ്ഞാൽ മതി. അപ്പോൾ ഞാനിതിൽ വെള്ളം ഈ ഒരളവിലാണ് വെള്ളം വയ്ക്കാറ് കേട്ടോ. ഇതിൻ്റെ ഒരു സൈഡിലൊരു വരയുണ്ട് കഴുത്തിൻ്റെ, ആ ഒരു അളവിലാണ് വെള്ളം വയ്ക്കാറ്. നിറച്ചും വെക്കരുത്, എന്നാൽ തീരെ കുറഞ്ഞും പോകാൻ പാടില്ല. അപ്പോൾ ഈ കാണുന്ന വര ഉണ്ടോ, ആ അളവിലാണ് ഞാൻ വെള്ളം വയ്ക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ അരസേർ അരിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് കാസേറാണ്, ഇതിന് 2 സേർ അരിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതൊരു 1.5 കിലോൻ്റെ കുക്കറാണ്. കുറേ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതിലും വലിയ കുക്കറുണ്ടാവും, പിന്നെ കുറച്ച് മതിയെങ്കിൽ ഇതിലും ചെറിയ 1 കിലോൻ്റെയൊക്കെ കുക്കറുണ്ടാവും കേട്ടോ. പിന്നെ ഈ ഒരു സാധനം കളയാതെ സൂക്ഷിക്കുക, ഇതില്ലെങ്കിൽ നമുക്ക് ചോറ് വയ്ക്കാനാവില്ല കേട്ടോ. അപ്പോൾ അത് അങ്ങനെ തന്നെ വയ്ക്കുക, മറിച്ച് വെക്കരുത്, ഇതുപോലെ തന്നെ വയ്ക്കുക കേട്ടോ. പിന്നെ ചോറ് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ തിളച്ച് വരും. ചില അരിയൊക്കെ വല്ലാണ്ട് വേഗം വെന്ത് പോകുന്ന അരിയായിരിക്കും, ചില അരി അവർക്ക് കുറച്ച് വേവും ഉണ്ടാവും. അപ്പോൾ ഈ കുറുവരിക്ക് കുറച്ച് വേവുള്ളതുകൊണ്ട് നന്നായിട്ട് തിളച്ച് ഇങ്ങനെ തൂവി വരുമല്ലോ. അപ്പോൾ തീ ഓഫ് ചെയ്ത് നമുക്ക് കുക്കറിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് അത് മൂടിയിട്ട് കൊടുക്കാം. തിരിക്കുകയോ ഒന്നും വേണ്ട, ഒന്ന് പ്രസ് ചെയ്ത് അമർത്തി കൊടുത്താൽ മതി, അതവിടെ ടൈറ്റിലിരുന്നോളൂ കേട്ടോ. 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം, നമുക്ക് വെന്തോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് നോക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ മട്ടേരിയൊക്കെ ആണെങ്കിൽ രാത്രിക്ക് ഇട്ടിട്ട് രാവിലെ ഒന്നും കൂടി തിളപ്പിച്ച് വാർത്താൽ മതിയാവും. ഇത് നല്ല കുറുവേരി ആയതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ ഇട്ടിട്ട് ഒരു 5-5:30 ആകുമ്പോൾ ഇട്ട് കഴിഞ്ഞാൽ 7 മണിയാകുമ്പോൾ വെന്ത് കിട്ടും. പിന്നെ ഇതിലുള്ള ഈ വെള്ളം ഉണ്ടല്ലോ, നമ്മൾ ചോറ് വെച്ച് കഴിഞ്ഞിട്ട് എടുത്തു കഴിയുമ്പോൾ ഉള്ള വെള്ളം, അതങ്ങ് നന്നായിട്ട് തുടച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും ചോറ് വാർത്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് തന്നെ എടുത്ത് വയ്ക്കാവുന്നതാണ്. ചോറ് നമ്മൾ എത്ര വൈകുന്നേരം വരെ ആണെങ്കിലും നല്ല ചൂടിലിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇത് തുറന്നുകൊണ്ടിരുന്നാൽ ചൂട് കുറഞ്ഞു പോകും. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ രാത്രിക്കല്ലേ എടുക്കൂ, അന്നേരം നല്ല ചൂട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിതിൽ ചോറ് മാത്രമല്ല നെയ്ച്ചോറും ബിരിയാണിയും ഒക്കെ വയ്ക്കാൻ പറ്റും കേട്ടോ അതിൽ. അതുകൂടാതെ നമുക്ക് ചൂടൊക്കെ ആറാതിരിക്കാൻ വേണ്ടി ചായ എടുത്ത് വെക്കാം. കുറച്ച് നേരത്തെ പണിയൊക്കെ തീർക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ ചായ എല്ലാം വെച്ച് ഇതിൽ വെച്ച് അടച്ച് വെച്ചാൽ മതിയാവും. പിന്നെ നമുക്ക് കറികളൊക്കെ ഒരു ബൗളിലാക്കിയിട്ട് ഇതിൽ മൂടി വയ്ക്കാം. മേലെ ഇപ്പം 2-3 പാത്രമൊക്കെ എടുത്ത് വയ്ക്കാൻ പറ്റും കേട്ടോ. തീയൊക്കെ ഊതി കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കൊക്കെ ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. നമ്മുടെ LS ഫാമിലി കിച്ചൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.